എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പാട്ടുകളൊന്നാണ് ഏതു മഴയിലും. ഏതു മഴയിലുമാളുമൊരു തിരിനാളം, രാവു പകലൊരു പോലെ വിരിയണ താരം, പാഠമെഴുതിയ ജീവകഥയുടെ ഏടിലൊരു ലിപിയായി, ഏറെ വിജനത ചൂഴുമിരുളിലും ആശയതു കളയാതെ ചിരി തൂകി മുകിലായി നീ നിറവാനിൻ കര തേടി. അടിപൊളി. ഈ പവറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പൊ മകളെ വളർത്തുമ്പോൾ ഈ പവർ അമ്മ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കില്ല എന്ന് സിതാര നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പൊസിഷനെ നമ്മൾ നിശ്ചയിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതിനകത്തൊരു നോളജ് കൂടുതൽ വേണം. നമ്മൾ മറ്റേ വടിയെടുത്ത് പറയുന്ന സാധനം വടിയെടുക്കാതെ പറയണമെങ്കിൽ ഒരു മിടുക്ക് വേണം. ഈ മിടുക്ക് ആർജിക്കണമെങ്കിൽ നമ്മൾ ചുറ്റുപാടും ഭയങ്കരമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഒരു നിലപാട് മാത്രമല്ല, അതിൻ്റെ നിലപാടെടുക്കുമ്പോൾ നമ്മൾ ആണ് മുൻപേ നടക്കേണ്ടത്. മുൻപേ നടക്കുന്നവർ അത്രയും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അക്കാഡമിക്കലി നോളജ് എവിടെ നിന്നാണ് കിട്ടുക? പാരന്റിങ്ങിന്റെ കാര്യത്തിൽ അതൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് എനിക്ക് തോന്നുന്നത്. അക്കാഡമിക് ആയിട്ട് ഒന്നും ചെയ്യാനില്ല അതിൽ. ഞാൻ എൻ്റെ പാരൻസിൻ്റെ അടുത്തുനിന്ന് അറിഞ്ഞ കാര്യങ്ങളും ചുറ്റുപാടും അറിഞ്ഞ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ സമയത്തുള്ളൊരു പാരന്റിങ് ചിലപ്പോൾ ഇപ്പം അപ്ലിക്കബിൾ ആവണമെന്നില്ല. എൻ്റെ മകളുടെ പ്രായത്തിലുള്ള ഒരാളുടെ അടുത്ത് എന്നോട് എൻ്റെ അമ്മ പെരുമാറിയുന്ന പോലെ പെരുമാറിയാൽ ചിലപ്പോൾ ശരിയാവണം എന്നില്ല. കാലത്തിനനുസരിച്ചിട്ട് അതിന് മാറ്റം വരുമല്ലോ. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടത് എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ, ഇപ്പം ആളുകൾ പറയില്ലേ ഫ്രീഡം എന്ന വാക്കൊക്കെ, ആവശ്യത്തിന് ഫ്രീഡം എന്ന് പറയല്ലേ, ആവശ്യം എന്താന്നുള്ളതാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും അച്ഛനും അമ്മയോടും എല്ലാം സംസാരിക്കാനുള്ളൊരു സ്പേസ്, ആ ചർച്ചയ്ക്കുള്ളൊരു സ്പേസ് എപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും പറയാനുള്ള, അത് കീനായിട്ട് കേൾക്കാനുള്ളൊരു ക്ഷമ അവർക്കുണ്ടായിരുന്നു. ആ കേൾക്കാനുള്ള ക്ഷമയാണ് ആർക്കും കൈവിട്ട് പോവാതിരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നണേ. അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരക്കാണ് അല്ലെങ്കിൽ പിന്നെ കേൾക്കാമെന്ന് പറയുന്നതോട് കൂടിയിട്ട് അവിടെ പൊട്ടുകയാണല്ലോ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. ഇപ്പം മുതൽ, ഇപ്പം എൻ്റെ ഈ പ്രായം വരേക്കും അന്ന് മുതൽ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ എൻ്റെ അച്ഛനമ്മയും വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വരുന്നത് 2 മണിയാവട്ടെ 3 മണിയാവട്ടെ, പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുന്നത്, കോമ്പറ്റീഷനൊക്കെ ആണെങ്കിൽ അന്നത്തെ മുഴുവൻ കാര്യം സംസാരിക്കുന്ന അവർ തളരാണ്ട് കേട്ടിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റിയിൽ. അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അതാണ് എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞു, ഞാൻ ചില സമയത്തൊക്കെ ഫ്രണ്ട്സിനേക്കാൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അച്ഛനും അമ്മേനെയാണ്. ഞാനങ്ങനെ എന്താ പറയുക, സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ പുറത്ത് കറങ്ങാൻ പോകാന്നുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ മനോഹരങ്ങളാണ്. പക്ഷെ അതുപോലും എനിക്ക് തോന്നിയിട്ടില്ല ഇവരുടെ അടുത്തേക്ക് വരാനാണ് എനിക്ക് തിടുക്കുണ്ടായിരുന്നത്. ഇപ്പം മോളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ആകെ ചീത്ത പറയണതിൽ അർത്ഥമില്ല. ചീത്ത പറയണ ബഹളം വയ്ക്കുക, ദേഷ്യം വരും നമുക്ക്. ചീത്ത പറച്ചിലും ദേഷ്യം വരുന്നതും വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റിങ്ക്റ്റിൽ എന്തെങ്കിലും ഒരു കുറുമ്പ് കാണിക്കുമ്പോൾ ദേഷ്യം വന്നാൽ ഒച്ചയിടുന്ന, അതൊക്കെ ഞാനും ചെയ്യാറുണ്ട്. പക്ഷെ അവളെ എൻ്റെതായിട്ടുള്ളൊരു രീതിയിലേക്ക് അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പേടിപ്പിക്കുക അങ്ങനെ ചെയ്യാറില്ല. ഒരു പേടിയുണ്ട്, ഭയം വരുത്താറില്ല. അതെൻ്റെ അമ്മയും ചെയ്യാറില്ല. അപ്പം കാരണം എൻ്റെ മോളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾ എൻ്റെ അമ്മയാണ്. അപ്പം അമ്മ ഇതേമാതിരി തന്നെ ഒരു സ്കൂളിലെ പരീക്ഷ നടക്കുന്ന സമയത്തൊക്കെ എന്നോട് ഇതുവരെ ഒരു മാർക്കിൻ്റെ കാര്യം പറഞ്ഞിട്ട് അച്ഛനും അമ്മയോ ചീത്ത പറയോ പഠിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് വാങ്ങണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടില്ല. ഇഷ്ടമുള്ള കാര്യം ചെയ്യാന്നുള്ളതേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതന്നെ മോളുടെ കാര്യത്തിലും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ അവൾക്കത് ചിലപ്പം അവൾ ഏതെങ്കിലും ഉത്തരമൊക്കെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം എഴുതിയെന്ന് അവൾ തന്നെ തമാശ പോലെ പറയാനുള്ള സ്പേസ് അവൾക്കുണ്ട്. ഹിന്ദിയിൽ അറിയാത്ത വാക്ക് ഞാൻ അങ്ങനെ എഴുതി അമ്മമ്മ എന്ന് പറയുമ്പോൾ അവൾ തന്നെ പറയുക, തോറ്റു തുന്നം മാടി വന്നിരിക്കുന്നു എൻ്റെ മോൻ എന്ന് പറയാനുള്ള ഒരു അതിന് തമാശയിൽ നമ്മളിപ്പോൾ ഹ്യൂമർ സെൻസ് വെച്ചിട്ട് എന്തും നമുക്ക് ഹാൻഡിൽ ചെയ്യാമല്ലോ. കുറേ സിറ്റുവേഷൻസ് നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാം. അങ്ങനെയുള്ള സ്പേസ് അവൾക്കും ഉണ്ട്, അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം അവളോട് ചില കാര്യങ്ങൾ പറയേണ്ടി വരുമ്പം അമ്മ പറയുന്ന കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ അമ്മ എന്നെ ഡിപ്പെൻഡ് ചെയ്യും. അമ്മ വരുമ്പം നീ ഒന്ന് സംസാരിക്കേ എന്ന് പറയും. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പൊ ക്ലാസ്സിലെ കാര്യമൊക്കെ പറയുമ്പോൾ അവള് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ 10 വയസ്സ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പം അവർക്ക് അഭിപ്രായങ്ങളുണ്ട്. 10 വയസ്സുള്ളൊരു കുട്ടിക്കും അഭിപ്രായമുണ്ട്, അവർക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അതിനെ ഹേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു കാലത്ത് മനസ്സിൽ നിന്ന് പോവില്ല. നമ്മളുടെ ഈ മനസ്സിൽ വരുന്ന അത്തരം മുറിവുകൾ ഉണ്ടല്ലോ, ഈ സെൽഫ് റെസ്പെക്റ്റിന് ഉണ്ടാവുന്ന മുറിവുകൾ, അത് ഒരു കാലത്തും പോവില്ല. അപ്പൊ അതിൽ ഞാൻ കെയർഫുൾ ആണ്. അത് ചിലപ്പോൾ നമുക്കൊരു 100 വേറെ ടെൻഷനോ അല്ലെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷനോ ഉണ്ടായിരിക്കും. അതൊന്നും ഒരു കാരണവശാലും അവരെ ബാധിക്കാൻ പാടില്ല എന്നുള്ളതിൽ എനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ പാരന്റിങ്ങിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പൊ സായുവിനെ പോലത്തെ ഒരാളുടെ അടുത്ത് എല്ലാവരും എപ്പോഴും ചോദിക്കും, പാട്ട് പാടില്ലേ, മോള് പാടില്ലേ എന്നൊക്കെ ചോദിക്കും. മോള് നന്നായി പാടും എന്നൊക്കെ അവളുടെ മുമ്പ് തന്നെ പറയേ.
അപ്പൊ ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയണെന്നുള്ളത്. അതൊരു സങ്കല്പമാണ് അവരുടെ. അതായത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ്. അതായത് ആദ്യകാലത്തൊക്കെ നമുക്ക് എല്ലാ കുട്ടികളും നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പ്രഷ്യസും കൗതുകമാണ്. എല്ലാ പാരൻസിനും അവരുടെ കുട്ടികൾ ഏറ്റവും അടിപൊളിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമൊക്കെ ചില പാട്ടുകളൊക്കെ വെറുതെ ഷെയർ ചെയ്യില്ലേ, അതിന്ന് അവരൊരു അഭിപ്രായം ഉണ്ടാക്കും, അസലായിട്ട് പാടും. അപ്പൊ ആ അസലായി പാടുന്നുള്ള കാര്യം ഒരിക്കലും അവളുടെ ബ്രെയിനിലേക്ക് കയറാൻ പാടില്ലല്ലോ. കാരണം അസലായിട്ട് പാടുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ ഒരുപാട് എഫേർട്ട് ഉണ്ട്, ഒരുപാട് ശ്രമമുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത് ബൈപ്പാസ് ചെയ്തിട്ട് പെട്ടെന്ന് എത്തുക എന്ന് പറയുമ്പോൾ അത് കുഞ്ഞായിരിക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ അവൾ മുതിർന്നുകൊണ്ടിരിക്കുകയാണ്, അവൾക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന സമയമാണ്. അപ്പം ഇത് ഇത്ര എളുപ്പമുള്ളൊരു കാര്യമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അതിപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. ചില ആൾക്കാർ പാടാനൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കും, അവളോടൊന്ന് പറയട്ടെ, അവൾക്ക് പറ്റണാണോ എന്നുള്ളത് ഞാനൊന്ന് കേട്ട് നോക്കട്ടെ. അല്ലാണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് അവർക്കൊട്ട് നമ്മളോടും പറയാൻ വയ്യ, അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് ചില വലിയ ഇവൻസിനൊക്കെ വിളിക്കും പാടാൻ വേണ്ടി. അപ്പം ഞാൻ ആയിട്ടില്ല, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഓൾ ഓഫ് എ സഡൻ ഇതൊക്കെ എത്ര എളുപ്പമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയോട് ചെയ്യുന്ന തെറ്റാണ്. അവർക്ക് എന്താ അറിയാം, നമ്മളത് ഇപ്പം നമ്മൾ ചില കുറ്റം പറയും ആൾക്കാരോട്, ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ എന്നൊക്കെ ആദ്യം തീരുമാനിച്ചു എന്ന് പറഞ്ഞ ഒരു പ്രഷർ കൊടുത്തു കുട്ടികൾക്ക്. ആ പ്രഷർ തന്നെയാണ് ആർട്ടിസ്റ്റ് ആവാൻ കൊടുക്കുന്നതും. ആർട്ടിസ്റ്റുകളുടെ മക്കളൊക്കെ പാടണം, അല്ലെങ്കിൽ ഡാൻസേഴ്സിന്റെ മക്കൾ ഡാൻസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അതൊരു പ്രഷർ. അവരവർക്ക്